ഞാൻ വന്നിട്ടുള്ള ന്യൂസിലാക്കിട്ട് മറ്റൊരു വീഡിയോയിലേക്കാണ്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മളിതൊരു ക്രാഫ്റ്റ് ഡ്രോയിങ് അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല, റീൽസ് അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ഇന്നൊരു ക്രാഫ്റ്റ് ഇടാം. കണ്ടില്ലേ? സോറി, നെയില് ഇങ്ങനെ ഇതുണ്ടാക്കിയല്ലോ. സിമ്പിളായി, പശ ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്നും ഇങ്ങനെ ഉള്ളിൽ കയറ്റാണ്ട് അവിടെ പശ ഒട്ടിക്കുവാണെങ്കിൽ ഓക്കെ. പിന്നെ 10 ഉണ്ട് കേട്ടോ, ഉണ്ട് കേട്ടോ അവിടെ എടുത്ത് വെച്ചിക്കണം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാൽ ഇത് ഉണ്ടാക്കണേ. പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ക്യാമറ ഒരു സൈഡിൽ സെറ്റ് ആക്കി കേട്ടോ. ഇത് ഞങ്ങൾ കിയാൻ്റെ 4th ബുക്കാണ്. തുറക്കാം. എനിക്കിപ്പോൾ ഇങ്ങനത്തെ ഒരു പേജ് ഉണ്ട്. നമ്മൾ ഏത് പേപ്പർ തന്നെ നോക്കിയിട്ടോണ്ട് കേട്ടോ. വെറുതെ പേജ് കൊള്ളാക്കണ്ട. ഇത് വേണ്ട, സൈസ് ഇച്ചിരിട്ട് കിട്ടി വലിച്ചറിയാം. കാരണം അത് എടുത്തത് നമുക്ക് ബാക്ക് പേജ് നോക്കാം. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് എല്ലാവരും കണ്ടോട്ടെ. 4th ഇനി ഇതിൽ 4 ലൈൻ കട്ട് ചെയ്തോളാം. നമ്മൾ ഇങ്ങനത്തെ നോട്ട് എടുക്കുകയാണെങ്കിൽ 1 2 3 4. അപ്പോൾ ഇവിടെ ഇങ്ങനെ മടക്കുക. ഞാൻ പറയണേക്ക് ഇങ്ങനെ ഒരു മിനിറ്റ് ഞാൻ മടക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മടക്കി, നിങ്ങൾ കണ്ടോ? ഇനി ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഇവിടെ ക്യാമറ കറക്റ്റാക്കട്ടെ കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ ഫോൺ കറക്റ്റാക്കട്ടെ, ക്യാമറ ഇങ്ങനെ വലിക്കാം. അപ്പോൾ ഇത് പോരും. ഇത് വേസ്റ്റ് ആട്ടോ, അത് വേണ്ട. അത് നമുക്ക് എടുത്തേക്കാം. ഇനി ഈ തലപ്പ് വന്നിട്ട് ഇങ്ങനെ ഇതാ മിനിറ്റ്. എന്നിട്ട് ഇവിടെ ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഇതാ ഇങ്ങനെ മടക്കുക. എന്നിട്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നടുവിൽ വര ഉണ്ടാവില്ല, അത് ഇങ്ങനെ എടുത്ത് കാണുന്നുണ്ടാവും. നടുവ് വര ഉണ്ട് കേട്ടോ, എനിക്ക് കാണുന്നുണ്ട്, നല്ല ക്ലിയർ ആയി കാണൂല. അപ്പം ഇങ്ങനെ മടക്കുക. എയറോപ്ലെയിനൊക്കെ മടക്കില്ല, അതേപോലെ ഇങ്ങനെ മടക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡും സെയിം പോലെ മടക്കുക. ഇത് ടഫൊന്നും കേട്ടോ, ഭയങ്കര സിമ്പിൾ. ഞാൻ ഒറ്റ പ്രാവശ്യം വീഡിയോ കണ്ടിട്ടുള്ളൂ, അപ്പോൾ തന്നെ ഞാൻ പഠിച്ചു. അപ്പോൾ ഇങ്ങനെ അടിയിൽ അത് മടക്കിയ പോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാവും. അതിൻ്റെ ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ ഇതിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്ന് അമർത്തണം. നോക്കൂ, കണ്ടാവും. എന്നിട്ട് നമ്മൾ ഇത് ഈ സൈഡത്ത് ഒന്നും കൂടി നല്ല വൃത്തിക്ക് മടക്കണം. അപ്പം ഇല്ലേ, നോക്കൂ, ഇവിടെ ചെറിയൊരു സ്പേസ് കാണുന്നുണ്ടോ? ആ സ്പേസ് ഉണ്ടാവണം, അല്ലെങ്കിൽ അത് കൊളായി. എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ നേരത്തെ മടക്കിയില്ല, വടിഭാഗത്ത് നിന്ന് അതേപോലെ ഒന്ന് ഇങ്ങോട്ട് മടക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം വരും. ഈ ഷേപ്പ് അവിടെ എത്തി. എന്നിട്ട് നമ്മൾ ഇത് ഒന്നും കൂടി നല്ല വൃത്തിക്ക് ഇങ്ങനെ നല്ലപോലെ മടക്കി അടുത്ത ചെയ്യാൻ പോകുന്നത് ഇതെടുത്ത് തിരിച്ച് ഇതേപോലെ ഒന്ന് മടക്കുക. എന്നിട്ട് ഇവിടെ ഇനി ഞാൻ പറയില്ല, ഇനി നമുക്ക് പശ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ, ഞാൻ ഊരിപ്പില്ല. എന്നിട്ട് ഈ ഭാഗമല്ലേ നമ്മൾ ബാക്കി ഇവിടെ കുറച്ച് ഭാഗം വരും, ആ ഭാഗം എടുത്ത് ഇൻ ചെയ്യുക. എന്നിട്ട് അമർത്തുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നോക്കൂ, കണ്ടോ? ഈ തലപ്പ് ഞാനൊക്കെ ഇങ്ങനെ തലപ്പെടുത്ത് കളയും. എന്നിട്ട് ഞാൻ അവിടെ ചുരുട്ടും. അപ്പോൾ ഒരു ഇത് വരും, ഉണ്ടോ? എൻ്റെ എല്ലതും എടുത്തിട്ട് വരട്ടോ, ഒരു മിനിറ്റ്. അപ്പോൾ ഇത്രയും ഞാൻ ഉണ്ടാക്കിയെന്ന് വിചാരിക്കണ്ട, ഇന്നും കുറേ ഉണ്ടാക്കിയെന്ന്. ഈ ബുക്ക് നല്ല കട്ടിയല്ല. ഇത് പേജ് മൊത്തം ഞാൻ എടുത്തുണ്ടാക്കിയത് കേട്ടോ. ഒരു 30 മുകളിൽ ഉണ്ടാക്കി വെച്ചേക്കണം. എല്ലതും ഇട്ട് കാണിച്ചാൽ ഇതൊക്കെ ഇത് കൊള്ളായത് പോയതാട്ടോ. ഞാൻ ആദ്യം ട്രൈ ചെയ്താൽ നമുക്കിന്ന് കളയാം. ഓക്കെ, എല്ലാം അതിൻ്റെ സൈസിനനുസരിച്ച് കിട്ടും കേട്ടോ. നമ്മൾ ചെയ്ത് കൊടുക്കണ്ട, എല്ലാം അതിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന അനുസരിച്ചും വരും. ഇടണമെങ്കിലാണ് ഒരു കയ്യേറ്റ്, മറ്റേ കയ്യേറ്റിട്ട മറ്റേ കയ്യേറ്റ് ഇങ്ങനെ ചെയ്യുക. അത് കുറച്ച് എനിക്കിഷ്ടമല്ല. പിന്നെ ഇതാണല്ലോ എല്ലാവർക്കും അല്ലേ. ഒന്ന് ഫ്രീ കണ്ടോ ഗൈസ്.